നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി. ഒരു നല്ല നടൻ മാത്രമല്ല, മനുഷ്യസ്നേഹിയും രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. എക്കാലവും തന്റേതായ നിലപാടുകളും അഭിപ്രായങ്ങളും എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷവും അതിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിൽ നിന്ന് ജയിച്ച് നേരിൽ കണ്ട് നിവേദനം കൊടുക്കാൻ കൊല്ലത്തു നിന്നൊരമ്മ വന്നിരുന്നു. ആ വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. അധികാരം കയ്യിലെത്തിയപ്പോഴും അദ്ദേഹത്തിന് പ്രിയം സിനിമയോടായിരുന്നു. താൻ പലരോടായി വാഗ്ദാനം ചെയ്ത ജനക്ഷേമ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പണം അനിവാര്യമാണ് എന്നും ആ പണം കണ്ടെത്താൻ അഭിനയം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സിനിമയാണ് വരുമാന മാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനത്തിനായി ചിലവാക്കുകയാണ് എന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു സിനിമയ്ക്ക് കരാർ ഒപ്പിടുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഹിതം തൊഴിലില്ലാത്ത വിഷമിക്കുന്ന മിമിക്രി കലാകാരന്മാരുടെ പക്കലെത്തും. ഒരു പടം വിജയിക്കുമ്പോൾ അതിന്റെ ഏറിയ പങ്കും എത്തുന്ന ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടിയാണ്. കുറേയേറെ കുടുംബങ്ങളുടെ സാന്ത്വന സ്പർശവുമാണ്. ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബക്കർ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഇന്ന് എനിക്കൊരു കേന്ദ്രമന്ത്രിയുടെ വിളി വന്നു. ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടാറുള്ളത് പോലെ സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ പ്രകാശമായി, നന്മയായി. നന്ദി പ്രിയ മന്ത്രി. സുജാത എന്ന വീട്ടമ്മയ്ക്ക് സഹായം എത്തിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബക്കർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്നു പോകാം. ശ്രീ അലി അക്ബർ, താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സുരേഷ് ഗോപിയുടെ സഹായം കിട്ടിയെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ സത്യാവസ്ഥ, പറയാമോ? അത് മുതലമുടയുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 3 പെൺകുട്ടികളാണ്. അപ്പൊ അവരൊരു ചെറിയ ഒരു കൂരയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ കൂടി ചേർന്നത് അതൊന്ന് അവർക്ക് സഹായിക്കുന്ന ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അത് മുന്നോട്ട് കാര്യമായിട്ട് ഇല്ല. അപ്പൊ പിന്നെ അവർ എന്റെ അടുത്ത് വന്നു. ഞാൻ ഫേസ്ബുക്കിലൂടെ ഏകദേശം 4,90,000 രൂപ കിട്ടി. അപ്പൊ വീടിന്റെ പണി പറഞ്ഞാൽ മേൽക്കൂര വരെ എത്തിച്ചു. ഇനി തേപ്പും ബാക്കിയുള്ള പണികളും എല്ലാം കൂടി 2 ലക്ഷം രൂപ പണി കൂടി വേണം അവിടെ തീരാനുണ്ട്. അപ്പൊ മെനഞ്ഞാന്ന് എന്നെ വെറുതെ വിളിച്ചതാണ് സുരേഷ് ഗോപി. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോ വെറുതെ വിളിച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇലക്ഷന് മുമ്പ് സംസാരിച്ചിരുന്നു. എന്തൊക്കെ ചെയ്യണം, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പ്രോജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നന്നായി പഠിച്ച് ഞാൻ സഹായിക്കാം. എവിടെയെങ്കിലും ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണ്, പ്രശ്നമില്ല, മന്ത്രി നിലയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കാവോ? അപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞു എനിക്കല്ല, ഇങ്ങനെ സുജാത എന്ന സ്ത്രീ ഉണ്ട്, വലിയ കഷ്ടത്തിലാണ്, 3 പെൺകുട്ടികളാണ്. ഇപ്പൊ വീടിന്റെ പണി ഞാൻ ഒരു 3/4 ഭാഗം തീർത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. അപ്പൊ എന്താ വേണ്ടത് കൊണ്ട് വെച്ചു. ഞാൻ എനിക്ക് 1 ലക്ഷം രൂപ തരാമോ? അതിനെന്താ രാവിലെ താങ്കൾ തന്നെ എമൗണ്ട് എന്നിട്ട് പറയായിരുന്നല്ലേ? പറയാ ചെയ്യുന്നത്. കാരണം അതിൽ കൂടുതൽ വേണ്ടെന്ന് ഞാനും പറഞ്ഞു. കാരണം വെച്ചാല് ഒരു മനുഷ്യന് മാത്രം ബാധ്യത ഏൽപ്പിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. കാരണം വേണമെങ്കിൽ ചോദിച്ചാൽ 2 ലക്ഷം തന്നേനെ, അത് വേറെ കാര്യം. പക്ഷെ കുറച്ച് നമുക്കൊരു ബാധ്യതയുണ്ട് എവിടെയാണെങ്കിലും. സുരേഷ് ഗോപി എല്ലായിടത്തും എത്തട്ടെ. താങ്കൾ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഈ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കാൻ വെച്ചാൽ സുരേഷ് ഗോപി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്, എന്നിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പുള്ളിക്കെതിരെ ഒരു സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. അത് ശരിയാണോ? ഉണ്ട്. കാരണം പുള്ളി ഇത് പേരിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഒരു എനിക്കറിയാവുന്നതനുസരിച്ച് ഞാൻ 88-ലാണ് ആദ്യ സിനിമ ഉണ്ടത്. എന്റെ 3ാമത്തെ സിനിമയിലാണ് സുരേഷ് ഗോപി നായകനായിട്ട്. പൊന്നിച്ചാമി എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് സുരേഷ് ഗോപി ഹീറോ ആവുന്നത്. അന്ന് മുതൽ എനിക്കറിയാവുന്ന, അന്ന് മുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കണക്ക് പറഞ്ഞ് കൂലി മേടിക്കും പുള്ളി. അത് യാതൊരു രാഷ്ട്രീയവും കാണിക്കില്ല. സിനിമയ്ക്ക് ജോലി ചെയ്താൽ കണക്ക് പറഞ്ഞ് കൂലി മേടിക്കും. പക്ഷെ ആ കൂലി മേടിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുവച്ചില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള സ്വഭാവമാണ്. ആരോടും പറയാറുമില്ല. പുള്ളി സഹായിക്കുന്ന കാര്യം ആരോടും പറയും. ഇപ്പൊ നമ്മളെപ്പോലെ ആൾക്കാർ എക്സ്പോസ് ചെയ്യുന്നല്ലാതെ ഈ ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യങ്ങൾ ഇപ്പൊ അടുത്ത കാലത്താണ് പല സിനിമാക്കാരും തന്നെ പറഞ്ഞത്. മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പൊ പല വാർത്തകളും പുറത്തു വന്നു തുടങ്ങിയത്.
അതെ അതെ. ഈ കൊല്ലം തന്നെ എന്റെ 2 കേസിൽ ഒരു സ്ത്രീയുടെ സൂസൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, സഹായിക്കാൻ പറഞ്ഞു. അദ്ദേഹം 2 ലക്ഷം രൂപ. ഇത് എനിക്ക് ഈ വർഷം എന്റെ ഗോഡഫിൽ പുള്ളി കൊടുക്കുന്ന കാശ് 3 ലക്ഷം രൂപയാണ്. വേറൊരു സ്ത്രീക്ക് 2 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പൊ ഇവർക്ക് ഇത് മാത്രമല്ല, ഞാൻ വേറെ കാര്യം പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ജീവിക്കണം. അവര് ഓല മെടഞ്ഞാണ് ജീവിക്കുന്നത്. ഓല മെടഞ്ഞ് ഇക്കാലത്ത് എന്ത് കിട്ടാനാ? അപ്പൊ ഞാൻ പറഞ്ഞു, വല്ല പശുവോ ആടോ എന്തെങ്കിലും വാങ്ങി അത് നമുക്ക് ശരിയാക്കാം, വീട് തീരട്ടെ എന്നും പറഞ്ഞു. അപ്പോ അത് മാത്രമല്ല, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളാണ് അദ്ദേഹം. വ്യക്തി എന്ന നിലയ്ക്ക് ആരോടും ജാതിയോ മതമോ ഒന്നും നോക്കാതെ ചെയ്യുന്ന മനുഷ്യരാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് സുരേഷ് ജയിച്ചു തൃശ്ശൂർ ജയിച്ചു പറഞ്ഞു. ഞാൻ ഒരിക്കലും തൃശ്ശൂരിന്റെ MP ആയിരിക്കില്ല, കേരളത്തിന്റെ MP ആയിരിക്കും പറയും. 2 ദിവസം പറഞ്ഞു കേരളത്തിന് എത്ര മൈൽ തമിഴ്നാടിന്റെ കൂടി MP ആയിരിക്കും പറയും. ഇങ്ങനെ മറ്റു MP പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞു. ഇദ്ദേഹത്തിന് വേറൊരു നമ്മുടെ ഒരു കുട്ടികളുടെ മനസ്സാണെന്ന് ഞാൻ എല്ലാവരും പറയും. കുട്ടികളുടെ മനസ്സാണ് സുരേഷ് ഗോപി. പെട്ടെന്ന് പണിയുകയും ചെയ്യും. മാധ്യമങ്ങളടുത്ത് ഷൗട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് എന്താണ് ജാടയാണ്. പക്ഷെ ഒരു സൈബർ അറ്റാക്ക്, കാരണം ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കൂല എന്നെല്ലാം ഞാനും എനിക്കല്ല സത്യം പറയാം. സുരേഷ് ഗോപി ജയിക്കാൻ ഒരു സാധ്യതയും തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല. ലോകത്ത് ഇങ്ങനെ ഒരു ജയം അപൂർവങ്ങളിൽ അപൂർവമാണ്, സത്യം പറയാം. കാരണം BJP ഒരു ഞെട്ടിയ വിജയമാണിത്. BJPക്ക് അവിടെ മാക്സിമം കിട്ടാവുന്ന വോട്ട് 2,20,000. ബാക്കി കിട്ടിയ വോട്ട് മുഴുവനും അവിടുത്തെ അമ്മമാരുടെ, സ്ത്രീകളുടെ, എസ്പെഷ്യലി ക്രിസ്ത്യാനികളുടെ, ഒരിക്കലും ഈ UDF വിട്ടു പോകാത്ത വോട്ടാണ് ക്രിസ്ത്യാനികളുടെ. അത് മുഴുവൻ. എന്നാൽ ഗുരുവായൂർ കിട്ടിയില്ല. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ അറിയാം. ഞാൻ സുരേഷ് ഗോപിയുടെ ആദ്യമേ പറഞ്ഞിരുന്നു, ക്രിസ്ത്യൻ വോട്ട് താങ്കൾക്ക് നേടാൻ പറ്റിയാൽ താങ്കൾ ജയിക്കും, ഇല്ലെങ്കിൽ ജയിക്കാൻ ഒരു സാധ്യതയില്ല. എന്റെ കണക്കൂട്ടിൽ കറക്റ്റ് ആയിരുന്നു അത്. ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാൽ അദ്ദേഹം ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ ജയത്തിൽ 99.9% സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം മാത്രമാണ്. വിജയം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും BJPയുടെ മാത്രമല്ല, ഇത് അതിനുവേണ്ടി ആര് വന്ന് എന്ത് ഞാൻ സമ്മതിച്ചെടുക്കൂല. അതേസമയത്ത് ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അത് BJPയുടെ വിജയമാണ്. പക്ഷെ ഇദ്ദേഹം തൃശ്ശൂർ നിന്നിട്ട് വെറും 10-18% വോട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് അതും വെറും ജയമല്ല. ഞാൻ അഥവാ കഴിച്ചിലാവുകയാണെങ്കിൽ ഒരു 1500, 2000 അല്ലെങ്കിൽ 10,000 വോട്ടിന് രക്ഷപ്പെടും എന്ന് പറഞ്ഞെടുത്ത് ഈ 1 ലക്ഷം വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് സുരേഷ് ഗോപി മാജിക്ക് മാത്രമാണ്. സുരേഷ് ഗോപിയുടെ മനസ്സിന് കിട്ടിയ വോട്ടാണ്. പിന്നെ അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വളരെ അച്ഛൻ ഒരു മകനെ തൊടുന്നതുപോലെ തൊട്ടതിനെയും, അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലായിടത്തും പോകുന്ന, എല്ലാ പള്ളിയിലും പോകും, പണ്ടേ പോകുന്ന പോലെ അവിടെ ഒരു കിരീടം വെച്ച് അതിനെ ട്രോൾ ചെയ്യുകയും ചെയ്തപ്പോൾ അതിനൊക്കെ ഉണ്ട്, ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഡാൻസ് കളിച്ചപ്പോൾ അതിന് ട്രോൾ ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. അതെ. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം എന്നെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു കുട്ടിയാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പിന്നെ തുറന്നു പറയുന്നത്. അപ്പൊ ഞാൻ പൊന്നിച്ചാമി പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ കേട്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് പുള്ളി ചെയ്താലോ നന്നാവുക എന്ന് പറഞ്ഞു. അങ്ങനത്തെ മനുഷ്യനാ. നന്ദി ശ്രീ അലി. ആയിക്കോട്ടെ.